രണ്ട് കലാരൂപങ്ങളാണുള്ളത്, സിനിമയും രാഷ്ട്രീയവും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. സിനിമ പഠിക്കാൻ ഇന്ന് കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ സ്ഥാപനങ്ങളില്ല. നാളെ രാഷ്ട്രീയം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒരു സ്ഥാപനം ഉണ്ടായാലോ? നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എടാ ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരാൻ നേരത്ത് ചെറിയൊരു സംഭവം ഉണ്ടായി. എന്തോന്ന്? എടാ ഞാൻ ബസ് സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തുനിന്നപ്പോണ്ടല്ലോ, ഒരു പാവം പിടിച്ച അമ്മച്ച് ഒരു ബസ്സുകാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങ് പോയി. എടാ നീ ഒരു നേതാവല്ലേ, നീ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവോ? പിന്നെ ഉടനെ നമ്മുടെ കുറെ പയ്യന്മാരെ പിടിച്ച് ബസ്സിനെ ചേസ് ചെയ്ത് പിടിച്ച് ബസ്സിനെ മൊത്തം അടിച്ച് തവിട് പൊടിയാക്കി ഞാൻ. അപ്പൊ അമ്മച്ചിയുടെ കാര്യമൊക്കെ ആടെ നോക്കും. ബസ്സല്ലേ നമ്മുടെ ലക്ഷ്യം. കീച്ചേരി വിളിച്ചോണ്ടിരിക്കാതെ സാറ് വേണമെങ്കിൽ നമ്മൾ മുദ്രാവാക്യം വിളിക്കണം. ജോസഫ് സാറേ സിന്ദാബാദ്, ജോസഫ് സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്. ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ പുല്ലാണ് പുല്ലാണ് പുല്ലാണ്. ജോസഫ് സാർ നമുക്ക് പുല്ലല്ലേ? അല്ല പുല്ലല്ല, അല്ല അല്ല അല്ല. അതെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? അങ്ങനെ ക്ലാസ് ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല. മെയിൻ മെമ്പർ വരണം. വനിതാ മെമ്പർ വരണം. മതി. യുവപ്രവർത്തക വരുന്ന എത്രയെന്നും പറഞ്ഞാ സാറേ ഈ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വഴുമ്പരേ ഉള്ളൊരു സുഖം. അങ്ങോട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ കുട്ടിയുടെ പേര്? അവിടെ പോയിരിക്കണം. ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. ഈ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പേരെന്താണ്? എടാ എന്റെ പേരാണ് ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. Once more. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. എനിക്കൊരു ചെറിയ സംശയം, ഈ റാസ്കൽ എന്ന് പറയുന്നത് മാഷിന്റെ തറവാട്ട് പേരാ? അങ്ങനൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡൻസ് എന്നെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേരാണ് റാസ്കൽ. അപ്പൊ സാറേ ഈ സ്നേഹം ഇല്ലാത്തവർ എന്ത് വിളിക്കും? അവർക്ക് എന്തും വിളിക്കാലോ, അവർക്ക് അങ്ങനെ വിളിക്കുന്നതിന് ഒരു കുറവില്ലല്ലോ, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് പരിചയപ്പെടാം. എന്താണ് കുട്ടിയുടെ പേര്? എന്റെ പേര് ഡയാന. മോള് നാളെ മന്ത്രിയാവേണ്ട ആളാണ്. അപ്പൊ ഒരിക്കലും ഇൻഷ്യൽ ചേർക്കാതെ പേര് പറയരുത്. അപ്പൊ മോളുടെ ഇൻഷ്യൽ ചേർത്തിട്ട് പറ. VC ഡയാന. യെസ്, അപ്പൊ അങ്ങനെ മോളിനെ അറിയപ്പെടുന്നത് VCD. മോളുടെ ചിഹ്നവും VCD. മതി. മാഷ് വർത്താനം പറയാതെ നേരം വൈകി വന്നതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. എടാ മതി നീ പറഞ്ഞില്ലേ, അത് ഇവള് മന്ത്രിയായതിനു ശേഷം മതി ഈ ആവേശമൊക്കെ. അപ്പോട്ടെ, ഇവരെല്ലാവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് കുട്ടി എന്താണ് വൈകി വരാനുള്ള കാരണം? അത് മാഷേ, എന്റെ നാട്ടില് ഔപചാരികമായി ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതില് ഭദ്രദീപം കൊളുത്തണമായിരുന്നു. എന്നിട്ട് കൊളുത്തിയോ? കൊളുത്തി സാർ, പക്ഷെ അത് പിന്നെ കെടുത്താൻ പറ്റിയില്ല. ആളി കത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങി പോന്നു. മന്ത്രിയാകാൻ പറ്റിയ ആള്. കുട്ടി അവിടെ ഇരിക്കോ. എന്താ നിന്റെ പേര്? എന്റെ പേര് രാജൻ. എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറും രാജൻ എന്ന് പറയരുത്, ഇനിഷ്യൽ ചേർത്തിട്ട് വേണം പറയാൻ. MG രാജൻ. അപ്പൊ നീ ഇനി മുതൽ അറിയപ്പെടുന്നു MGR. മനസ്സിലായോ? ഇവിടെ മന്ത്രിയാവുന്നതിന് മുന്നേ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കസാര വലിക്കാനുള്ള പഠിച്ചു കഴിഞ്ഞു. ബ്രില്യന്റ് സ്റ്റുഡന്റ്. മതി. അപ്പൊ ഞാൻ ഇച്ചിരി മോശമല്ലേ? നീ കുറച്ചുകൂടെ കേറി വരാനുണ്ട്. എന്താ നിന്റെ പേര്? KP രാജേഷ്. അപ്പൊ അങ്ങനെയാണ് നീ ഇനി മുതൽ അറിയപ്പെടുന്നത് KPR. അതൊക്കെ മന്ത്രി ആയതിനു ശേഷം മാത്രം മതി ഈ ആവേശമൊക്കെ. എന്താണ് കുട്ടിയുടെ പേര്? സാറേ എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു. എന്റെ പേര് OCR. OC രാജേഷ്. അച്ഛന്റെ പേര് OPR, അമ്മയുടെ പേര് ജോണി വേറെ, അപ്പൂപ്പന്റെ പേര് JDF, അമ്മച്ചിയുടെ പേര് MH. മതി മതി മതി. അപ്പൊ ഇവന് മദ്യവകുപ്പ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ മന്ത്രിയായതിനു ശേഷം മാത്രം മതി. മാഷേ മാഷേ മാഷേ, എനിക്ക് കായിക വകുപ്പ് മതി.
കായിക വകുപ്പ്. കായിക വകുപ്പ് കിട്ടാനുള്ള എന്തൊക്കെ യോഗ്യത ഉണ്ട് കുട്ടിക്ക്? എന്റെ മാഷെ എനിക്ക് പ്രസിഡന്റിൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്തുന്നോ? അയ്യോ അല്ല, പിന്നെ എന്റെ വീടിനപ്പുറത്തെ ക്ലബില്ലേ അവിടുത്തെ പ്രസിഡന്റിന്റെ നല്ല മഞ്ഞ സോപ്പ് കിട്ടി. മഞ്ഞ സോപ്പ് കിട്ടി. എന്തിനു വേണ്ടിയിട്ടുള്ള അവാർഡാ കിട്ടിയത്? സ്പൂണെ നാരങ്ങ വെച്ചുള്ള നടത്ത, ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ, ബിസ്ക്കറ്റ് തീറ്റി, അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കായിക മന്ത്രിയാകാൻ പറ്റിയ ആള്. അവിടെ ഇരിക്കണി. ഇത് കണ്ട എന്തത്? ലോങ് ജമ്പില് ലോക റെക്കോർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അത് നിനക്ക് മന്ത്രി ആവണായിരിക്കും. ഇത് കൊണ്ടേ കളയണം. നിനക്ക് മന്ത്രിയാവാൻ പറ്റില്ലല്ലോ. കൊണ്ട് പുഴുങ്ങി തിന്നു. ഓ പോയി അവിടെ ഇരിക്കും. ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നീ അണിയാണ്. നീ അണിയാണ് സാറേ. ആ വിദ്യാർത്ഥിയെ നോവിക്കരുത്. എന്ത് പറ്റി? മദ്യവകുപ്പ് വിദ്യാർത്ഥിയാണെങ്കിലും നല്ല പൈസയുള്ള വീട്ടിലെ കുഞ്ഞ. പോക്കറ്റിൽ 1000-ന്റെ നോട്ടൊക്കെ ഉണ്ട്. എവിടുന്നാടാ നിനക്ക് 1000-ന്റെ നോട്ട്? ആ കിടക്കുന്ന 1000-ന്റെ നോട്ട് എവിടുന്നാണ്? എന്റെ പൊന്ന സാറെ, കതറാണെങ്കിൽ പോക്കറ്റിനകത്ത് ഒരു 1000-ന്റെ നോട്ടെങ്കിലും വേണം. ഇത് ഞാൻ ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കും. 1000-ന്റെ നോട്ട് ഇരിയടാ അവിടെ. ഇതെവിടെ അടിക്കൂ? പക്ഷേ എനിക്ക് ഒരു സംശയം. എന്താ കാര്യം, എനിക്ക് കൃഷി വകുപ്പ് കിട്ടും. നിനക്ക് കൃഷി വകുപ്പ് കിട്ടും. നിനക്ക് കൃഷിയിൽ എന്തെങ്കിലും പാരമ്പര്യമുണ്ടോ? ഉണ്ടല്ലോ. എന്താണ്? ഞാൻ നാട്ടിലൊരു ചെറിയ പീഡന കേസിന് ഒളിവിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അവിടെ കഞ്ചാവ് കൃഷി ചെയ്തായിരുന്നു ഞാൻ ജീവിച്ചത്. അപ്പൊ ഞാൻ കഞ്ചാവ് കൃഷിയിൽ ബ്രില്യന്റ് അല്ലേ? നിനക്ക് കൃഷി വകുപ്പ് ഉറപ്പാണ്. കൃഷി വകുപ്പ് മന്ത്രിക്ക് മതി. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആവണം. നിനക്ക് വിദ്യാഭ്യാസ മന്ത്രി ആവണം. വിദ്യാഭ്യാസ മന്ത്രിയാണോ? എന്താണ് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? അല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പൊ സ്കൂളിൽ പോകാലോ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. അതെ. നീ വിദ്യാഭ്യാസം എന്നാ ബോർഡിൽ ഒന്ന് എഴുതിക്കേ. വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാ വന്നേക്കും. അവര് കാര്യം ചെയ്യാം. മലയാളത്തിലെ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ എങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം. ക എന്ന് പറഞ്ഞാൽ എന്താണ്? കാ എന്ന് പറഞ്ഞാൽ കൊള്ളില്ല. അത് പഴുക്കണം തിന്നണമെങ്കിൽ. എടാ അത് ആക്ക. പിന്നെ അവിടെ ഇരി. ഇത് മലയാള അക്ഷരമാലയിലക്ക. ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആയോ? പിന്നെ എടാ ക എന്ന് പറഞ്ഞാൽ കരക്കാരുടെ. ക എന്ന് പറഞ്ഞാൽ എന്താണ്? കരക്കാരുടെ കായോ? പിന്നെ എടാ കരക്കാരുടെ കാശികൾ. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം തന്നെ ആക്കണ്ടാട്ടാ. എടാ കീ എന്ന് പറഞ്ഞാൽ കീശയിലുള്ള. കീ എന്ന് പറഞ്ഞാൽ കീശയിലുള്ള. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നേതാവിന്റെ ഇനിഷ്യലാണ്. കെയോ? പിന്നെ എടാ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശികൾ. കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശുകൾ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയിട്ട് വരിക. കമ്മെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രേ ഉള്ളൂ. കാക്കാ കീക്കി കൂക്കും ഒക്കെ. വെരി ഗുഡ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സംഭവമില്ലേ, മാറി തുപ്പല് ഇറക്കിയതല്ലോ. അക്ഷരിക്ക് മനസ്സിലായി. അതല്ലേ? അതൊരിക്കലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കില്ല. ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇവിടുന്ന് മന്ത്രിയായി നിയമസഭയിൽ എത്തിക്കഴിയുമ്പോ നിങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്ന ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുമ്പോ അവര് മൂക്കുകൊണ്ട് എഴുതുന്നതാണ് അവരെഴുതിയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവർ നിന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിക്കും. അത് നിങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് എന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. പറഞ്ഞു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഡാഷ്. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ.